ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 3 ജവാന്മാർക്ക് വീരമൃത്യു എന്ന വാർത്ത വരുന്നു. 3 സൈനികർക്ക് പരിക്കേറ്റു. സൈനിക വാഹനം ആക്രമിച്ചത് സുരൻകോട്ടെ മേഖലയിൽ വെച്ചാണ്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. നിതിൻ, തുടർച്ചയായി ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു മേഖലയാണല്ലോ ഇത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സൈന്യം പങ്കുവച്ചിരിക്കുന്നത്. 3 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുകയാണ്. രജൌരിയിലെ തല്ലവണ്ടി മേഖലയിൽ വെച്ച് 2 സൈനിക വാഹനങ്ങൾക്ക് നേരെയാണ് ഭീകരരുടെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് 3 സൈനികർ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. മേഖലയിൽ ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട് എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംയുക്ത ഓപ്പറേഷൻ ഇപ്പോൾ മേഖലയിൽ തുടരുന്നുണ്ട്. കൂടുതൽ സേനാംഗങ്ങൾ ഈ മേഖലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ സംയുക്ത ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് പതിഞ്ഞിരുന്ന ഭീകരർ സൈനിക വാഹനത്തിന് നേരെ വെടിയുതിർത്തത്. ഈ വെടിവയ്പ്പിലാണ്, ഈ ഭീകരാക്രമണത്തിലാണ് 3 സൈനികർ വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ സൈന്യം തിരിച്ചടിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇത് 2ാമത്തെ ഭീകരാക്രമണമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ഉന്മേഷ്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. 3 സൈനികർക്കാണ് പൂഞ്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു. അവിടെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.